സദ്ഗുണമുള്ളതും പവിത്രവുമായ ഒരു ധാതുവാണ് വെള്ളി. ഭഗവാൻ ശിവൻ്റെ കണ്ണുകളിൽ നിന്നാണ് വെള്ളിയുടെ ഉത്ഭവം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ജ്യോതിഷപ്രകാരം വെള്ളി ചന്ദ്രഗ്രഹവുമായും ശുക്രഗ്രഹവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ശുക്രനും ചന്ദ്രനും വെള്ളിയാഭരണങ്ങൾ ധരിച്ചാൽ ബലവാനാകും. ആരോഗ്യപരമായും മാനസികപരമായും പലവിധ ഗുണങ്ങൾ വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നതിൽ കൂടി നമുക്ക് ലഭിക്കും. വെള്ളി ധരിക്കുന്നത് മനസ്സിന് ശാന്തിയും ഉന്മേഷവും പ്രദാനം ചെയ്യും. വെള്ളി ആഭരണങ്ങൾ നമ്മുടെ ശരീരത്തിന് കുളിർമയേകും. മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തും. ബുദ്ധിവികാസത്തിനും നല്ലതാണ്. വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നത് എല്ലുകൾക്ക് ബലം നൽകാനും സന്ധിവേദനകൾക്കും നല്ലതാണ്. വെള്ളി ശരിയായ രീതിയിൽ ധരിക്കുന്നതിൽ കൂടി ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശം മാറിക്കിട്ടും. നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേക തിളക്കം ഉണ്ടാകുകയും ചെയ്യും. മനസ്സ് പ്രസന്നമാവുകയും മനസ്സിലെ ചിന്തകളെല്ലാം മാറിപ്പോവുകയും ചെയ്യും. നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ആകർഷണത്വവും സ്കിന്നിൻ്റെ തിളക്കവും കൂടിക്കൊണ്ടേയിരിക്കും. ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണിത്. സ്ത്രീകളിലുള്ള ഹോർമോൺസ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ശരിയായ രീതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ വെള്ളിമാല ധരിച്ചാൽ അവരുടെ സംസാരശേഷി മെച്ചപ്പെടുകയും വാണി ശുദ്ധമാവുകയും ചെയ്യും. 55 ഗ്രാമിൻ്റെ ഒരു വെള്ളിയുടെ വള സ്ത്രീകൾ ഇടത് കൈയിലും പുരുഷന്മാർ വലത് കൈയിലും ധരിക്കുന്നത് ചന്ദ്രദശയിലുള്ള ദോഷപരിഹാരത്തിന് നല്ലതാണ്. സ്ത്രീകൾ കാലിലെ നടുവിരലിൽ വെള്ളിയുടെ മിഞ്ചി ധരിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നത് ചന്ദ്രദശ, സൂര്യദശ, രാഹുർദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യും. ബുധൻ അനുകൂലമാവുകയും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നതിൽ കൂടി ദുഷ്ടശക്തികളൊന്നും നമ്മളെ ശല്യം ചെയ്യുകയില്ലെന്നും നെഗറ്റീവ് എനർജി അകന്നു മാറുമെന്നും നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായും പറയപ്പെടുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.